ദുരന്തഭൂമിയായി മാറിയ വയനാട്ടിൽ ജീവന്റെ തുടിപ്പ് തേടുകയാണ്. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ എങ്ങും കാണാനുള്ളത്. മൃതദേഹവും അടയാളങ്ങൾ പോലുമില്ലാത്ത ശരീരാവശിഷ്ടവും ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ ചാലിയാർ പുഴ ദുരന്തത്തിന് ദൃക്സാക്ഷി എന്നോണം കലങ്ങിയ മനസ്സോടെ ഒഴുകുന്നു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് ചാലിയാർ പുഴ. ഉരുൾപൊട്ടലിൽ മണ്ണും കല്ലും ചെളിയും കൂടി കലർന്നെത്തിയ വെള്ളം ഒരു പുഴയായി രൂപം കൊണ്ടു. ഈ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയുടെ തീരത്ത് വന്നെത്തുകയായിരുന്നു. 100ഓളം മൃതദേഹങ്ങളാണ് ചാലിയാറിലൂടെ വയനാട്ടിൽ നിന്ന് ഇതിനകം ഒഴുകിയെത്തിയത്. തല, ഉടൽ, കൈകാലുകൾ, ചതഞ്ഞരഞ്ഞ ശരീരഭാഗങ്ങൾ. ഭീതിയും വേദനയും കൊണ്ട് മരവിക്കുന്ന രംഗങ്ങളാണ് ചാലിയാർ നൽകുന്നത്. എല്ലാ കണ്ണുകളും ഇപ്പോൾ ഇതുവഴി ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങളിലേക്കാണ്. ഉറ്റവരും ഉടയവരും പുഴയിലൂടെ എത്തുന്നുണ്ടോ എന്നറിയാൻ വയനാട്ടിൽ നിന്ന് ചാലിയാറിന്റെ തീരത്തേക്ക് എത്തുന്നവരുമുണ്ട്. വാഴക്കാട് നിന്നും ഒരു മൃതദേഹം ലഭിച്ചതോടെയാണ് പരിശോധന വ്യാപിപ്പിച്ചത്. കേരളത്തിലെ 4ാമത്തെ നീളമേറിയ നദിയാണ് ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം കൂടിയാണിത്. എന്നാൽ ഇന്ന് അവിടെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളുടെയും നിക്ഷേപമായി മാറിയിരിക്കുകയാണ്. കനത്ത മഴയിൽ കലങ്ങിമറിയുന്ന വെള്ളത്തിൽ മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നുള്ള മൃതദേഹങ്ങൾ കാടും മലയും താണ്ടി മലപ്പുറം ചാലിയാർ പുഴയിൽ എത്തുകയാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ ചൂളിക നദി, നിലമ്പൂർ നദി അല്ലെങ്കിൽ ബേപ്പൂർ നദിയെന്നും ചാലിയാർ അറിയപ്പെടുന്നു. 169 കിലോമീറ്റർ നീളമുള്ള ഈ നദിയുടെ ഉത്ഭവ കേന്ദ്രം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ നീലഗിരി പർവ്വതനിരകളിലെ ഇളമ്പലേരി മലനിരകളാണ്. വയനാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണിത്. മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന ഈ പുഴ കോഴിക്കോടിനും മലപ്പുറത്തിനും ഇടയിലായി 17 കിലോമീറ്ററോളം അതിർത്തി തീർക്കുന്നു. അതിനുശേഷം 10 കിലോമീറ്റർ പുഴ കോഴിക്കോട് വഴി ഒഴുകി അറബിക്കടലിൽ ചേരും. പ്രധാനമായും ഈ നദി മലപ്പുറം ജില്ലയിലെ ഏറനാട് പ്രദേശത്തിലൂടെ ഒഴുകി ഒടുവിൽ ബേപ്പൂർ തുറമുഖത്ത് ചാലിയം തുറമുഖത്തിന് എതിർവശത്ത് അറബിക്കടലിൽ പതിക്കുന്നു. പോത്തുകല്ല്, ചുങ്കത്തറ, നിലമ്പൂർ, മമ്പാട്, എടവണ്ണ, കാവനൂർ, പേരകമണ്ണ, അരീക്കോട്, കിഴുപറമ്പ്, എളമരം, ചീക്കോട്, വാഴക്കാട്, വാഴയൂർ, ചെറുവാടി, എടവണ്ണപ്പാറ, മാവൂർ, പെരുവയൽ തുടങ്ങിയ സ്ഥലങ്ങളാണ് ചാലിയാറിന്റെ തീരങ്ങൾ. 1984 മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞ 2 ജീവനുകൾ വന്നടിഞ്ഞതും ചാലിയാർ പുഴയിലായിരുന്നു. വയനാട് ജില്ലയിൽ നിന്നുള്ള ചില പോഷക നദികൾ മലപ്പുറത്ത് വെച്ച് ചാലിയാറിൽ ചേരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.